അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബക്ക് ബൂസ്റ്ററാണ്. അതായത് സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂൾ എന്നൊക്കെ പറയും. 12 വോൾട്ടിന് നമുക്കൊരു 35 വോൾട്ടിലേക്കൊക്കെ മാറ്റാൻ പറ്റുന്ന ക്ലാസ് ടി ആംപ്ലിഫയർ ഉള്ളകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബോർഡാണ്. പ്രത്യേക സാഹചര്യം നിങ്ങൾക്ക് ചാർജറൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് വരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു 12 വോൾട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബക്ക് ബൂസ്റ്റർ കൺവേർട്ടറാണിത്. ഇതിൻ്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ്. PCB ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നത് ആ കണക്ടറിലാണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇന്ന് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. കണക്ഷൻ കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം. തിരിഞ്ഞു പോയത് പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ അടിച്ചു പോവും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. പിന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണക്ടർ ഉപയോഗിക്കുക. അസംബിൾ ചെയ്യുന്ന സമയത്ത് സോൾഡർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്റ്റ് വരും. കണക്ടറിനെ നമ്മൾ അത്രയധികം വിശ്വസിക്കാൻ പറ്റില്ല. ഈ കണക്ടറുകളൊക്കെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഒരു ഇൻഡക്ടറിൽ കയറും. അവിടെ ഇച്ചിരി സ്റ്റോർ ആകും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മോസ്ഫെറ്റ് കുറച്ചുകൂടി സ്പീഡായിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ സ്വിച്ച് ചെയ്യും. അങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പ് ആവുന്നത്. ഇൻപുട്ട് സപ്ലൈ അവിടെ നിന്ന് അങ്ങനെ എടുക്കുന്നു, സ്വിച്ച് ചെയ്യുന്നു, ഔട്ട് കൊടുക്കുന്നു. കുറച്ചധികം സ്പീഡ് സ്വിച്ച് ചെയ്യുമ്പോൾ സപ്ലൈ വോൾട്ടേജ് കൂടും. പിന്നെ മോസ്ഫെറ്റിൻ്റെ ഡ്രൈവർ സെക്ഷനാണ് ഈ ഇപ്പുറത്ത് കാണുന്നത്. അത് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്നിൽ നിങ്ങൾ ഒരു 12, 14, 16 കൊടുക്കുന്നത് വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഔട്ട്പുട്ടിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന കറക്റ്റ് വോൾട്ടേജ് എത്രയാണോ, 25 ആണെങ്കിൽ 25, 24 ആണെങ്കിൽ 24, അത് കറക്റ്റ് കിട്ടും. മാക്സിമം 35 വോൾട്ടാണ് ഔട്ട് വരുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 24 വോൾട്ട് എല്ലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല സെറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്. അതാണ് അതിൻ്റെ വേണ്ടി ഇൻഡക്ടർ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വിച്ചിങ്ങിനുള്ള മോസ്ഫെറ്റുകളുണ്ട്. പിന്നെ ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ പവർ ഇൻഡിക്കേഷൻ ഒരു LED കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് LED നമുക്കറിയാൻ പറ്റും ബോർഡ് ഓൺ ആണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ പ്രീസെറ്റിലാണ്. അത് നിങ്ങൾ ആദ്യം സപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഔട്ടിൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രീസെറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വോൾട്ടേജ് ആയിരിക്കും അപ്പുറത്ത് വരിക. മിനിമം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 12 വോൾട്ട് സപ്ലൈ മിനിമം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മേലെ കൂടിയാലും കുഴപ്പമില്ല, 12, 20 ആയാലും കുഴപ്പമില്ല. മിനിമം 12 വോൾട്ട് താഴാൻ പാടില്ല. 12 വോൾട്ടിൽ താഴെ കൊടുത്ത് നോക്കിയപ്പോൾ പെർഫോമൻസ് തീരെ അത്രയും കിട്ടുന്നില്ല. 12ൻ്റെ മേലേക്കാണ് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി ബോർഡാണ്. പിന്നെ ക്വാളിറ്റിയൊക്കെ നല്ല സെറ്റാണ്. പ്രൈസും അത്യാവശ്യം കുറവാണ്. 150 വാട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ ഹീറ്റിംഗ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. See you in the next video.